എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് +1 ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ പണ്ടത്തെ പേരാണ് നിങ്ങളിവിടെ കാണുന്നത്. കാലാരംഭം മുതൽ ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം. പണ്ടത്തെ പേര്, അതായത് +1 ഹിസ്റ്ററിയിലെ കുറച്ച് പാഠങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കാണ്, പക്ഷെ കണ്ടന്റ് ഒന്നും മാറ്റിയിട്ടില്ല. പാഠത്തിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ചിലതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പാഠത്തിൻ്റെ പണ്ടത്തെ പേരാണ് കാലാരംഭം മുതൽ ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം എന്നുള്ളത്. ഇപ്പോഴത്തെ ഈ പാഠത്തിൻ്റെ പേര് മനുഷ്യോൽപത്തി അഥവാ ഒറിജിൻ ഓഫ് ഹ്യൂമൻ എന്നാണ്. ഇവിടെ ഈ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് എന്താണ് പഠിക്കുന്നത് വെച്ചാൽ, മനുഷ്യൻ ഉത്ഭവിച്ചത് എങ്ങനെ, മനുഷ്യൻ്റെ ഉത്ഭവത്തെ പറ്റിയുള്ള കാര്യം, മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെ അവർ ഭക്ഷണം കണ്ടെത്തി, അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പാഠമാണ് ഈ ഒരു പാഠം. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് ചാൾസ് ഡാർവിനെ പറ്റിയാണ്. ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് പറയുന്നുണ്ട്, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ചാൾസ് ഡാർവിൻ്റെ ഗ്രന്ഥമാണ് ഇത്. 1859 നവംബർ 24 അദ്ദേഹം തയ്യാറാക്കിയത്. ഒറിജിൻ ഓഫ് സ്പീഷ്യസ്, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്, ചാൾസ് ഡാർവിൻ. എക്സാമിന് ചോദിക്കാറുണ്ട് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചാൾസ് ഡാർവിനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഇവിടെ സ്പീഷ്യസ് എന്നാൽ എന്താണെന്ന് പറയുന്നുണ്ട്. സ്പീഷ്യസ് ഇതങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതല്ല, പക്ഷേ ഇതുവരെ ഒഴിവാക്കിയിട്ടുമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് സ്പീഷ്യസ് അഥവാ ജീവിവർഗം? സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളുടെ സംഘത്തെ അല്ലെങ്കിൽ കൂട്ടത്തെയാണ് സ്പീഷ്യസ് അല്ലെങ്കിൽ ജീവിവർഗം എന്ന് പറയുന്നത്. സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ, അതായത് കുട്ടികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ജീവികളുടെ കൂട്ടത്തെയാണ് നമ്മൾ സ്പീഷ്യസ് അഥവാ ജീവിവർഗം എന്ന് പറയുന്നത്. ഒരു ജീവിവർഗത്തിന് മറ്റൊരു ജീവിവർഗവുമായി ചേർന്ന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതായത് ഒരു പശുവും ആടും തമ്മിൽ എന്താകില്ല, ചേർന്നാൽ കുട്ടികൾ ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. അതായത് ഒരു ജീവിവർഗത്തിന് മറ്റു ജീവിവർഗവുമായി ചേർന്ന് സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഒരു ജീവിവർഗത്തിന് അതിൻ്റെ അതേ ജീവിവർഗത്തിൽപ്പെട്ടവരുടെ കൂടെ ചേർന്ന് മാത്രമേ ഒരു സന്താനത്തെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ എന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധുനിക മനുഷ്യരുടെ മുൻഗാമികൾ. ഇതും എക്സാമിന് അങ്ങനെ ചോദിച്ചു വരുന്ന ഒരു ഭാഗമല്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ പ്രിമേറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. പ്രിമേറ്റുകൾ സസ്തനികളുടെ ഉപവിഭാഗം, സസ്തനികൾ അഥവാ മാമൽസ് എന്ന് പറയും. ഈ മാമൽസിൻ്റെ ഉപവിഭാഗമാണ് പ്രിമേറ്റുകൾ എന്നറിയപ്പെടുന്നത്. മാമൽസിൻ്റെ ഉപവിഭാഗമാണ് പ്രിമേറ്റുകൾ എന്നറിയപ്പെടുന്നത്. അപ്പം ഈ പ്രിമേറ്റുകളുടെ കുറച്ച് സവിശേഷതകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് സവിശേഷതകൾ? അവയുടെ സവിശേഷതകൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കാണുന്നുണ്ടോയെന്ന്? യെസ്. എന്തൊക്കെയാണ് പ്രിമേറ്റുകളുടെ സവിശേഷതകൾ? രോമാവൃത ശരീരം, നീണ്ട ഗർഭധാരണ കാലം, വിവിധ തരത്തിലുള്ള പല്ലുകൾ, സ്തനഗ്രന്ഥികൾ, സ്ഥിരമായ ശരീര താപനില നിലനിർത്താനുള്ള കഴിവ് എന്നിവയൊക്കെയാണ് നമ്മുടെ പ്രിമേറ്റുകളുടെ സവിശേഷതകൾ. എന്തൊക്കെയാണ്? നീണ്ട ഗർഭധാരണ കാലം, രോമാവൃതമായ ശരീരം, പിന്നെന്താ? സ്തനഗ്രന്ഥികൾ, വിവിധ തരത്തിലുള്ള പല്ലുകൾ, സ്ഥിരമായ ശരീര ഊഷ്മാവ് നിലനിർത്താനുള്ള കഴിവ് എന്നിവയാണ് പ്രിമേറ്റുകളുടെ സവിശേഷതകൾ. ഇനി ഈ പാഠത്തിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ കാര്യമാണ്, ഹോമിനോയിഡുകളും ഹോമിനിഡുകളും. ഈ ഹോമിനിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു മനുഷ്യ ശാഖയാണ്. മനുഷ്യർക്ക് മുമ്പ് ജീവിച്ചിരുന്ന ശാഖയാണിത്, മനുഷ്യ ശാഖയാണെന്ത് ഈ ഹോമിനോയിഡുകൾ ഹോമിനിഡുകൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിർവചനം ഉണ്ടോ എന്ന് വെച്ചാൽ ജസ്റ്റ് പറയുന്നുണ്ട്. നിർവചനമൊന്നും നിങ്ങൾ നോക്കണ്ട, അതായത് ഡെഫിനിഷനൊന്നും നിങ്ങൾ നോക്കണ്ട. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് 4 മാർക്കിന് ഹോമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമിനോയിഡ്സ് ആൻഡ് ഹോമിനിഡ്സ് ചോദിക്കുന്നതാണ്. അപ്പം ഇത് ഇങ്ങനെ 2 തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോമിനോയിഡുകൾ പഠിക്കുക, അല്ലെങ്കിൽ ഹോമിനിഡുകൾ പഠിക്കുക. ഏതെങ്കിലും ഒന്ന് പഠിച്ച് മറ്റൊന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഹോമിനോയിഡ് നമുക്ക് നോക്കാം. ഹോമിനോയിഡ് എന്താണ്? പ്രിമേറ്റുകളുടെ ഉപവിഭാഗമാണ് ഹോമിനോയിഡുകൾ. പ്രിമേറ്റുകളുടെ ഉപവിഭാഗം, അതായത് പ്രിമേറ്റിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ശാഖ, പ്രിമേറ്റിൽ നിന്നും ഉണ്ടായവരാണ് എന്ത് ഹോമിനോയിഡുകൾ എന്ന് പറയുന്നത്. അവരുടെ തലച്ചോറ് എങ്ങനെയുള്ളതായിരുന്നു ഹോമിനോയിഡുകളുടെ? അതൊരു മനുഷ്യ ശാഖയായിരുന്നു ഹോമിനോയിഡ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഹോമിനോയിഡുകൾ പ്രിമേറ്റുകൾ എന്ന് പറയുന്ന ഒരു ജീവിവർഗത്തിൻ്റെ ഉപവിഭാഗമാണ്. അവയുടെ തലച്ചോറ് ചെറുതായിരുന്നു. അവയ്ക്ക് 4 കാലുകളുണ്ടായിരുന്നു, നാൽക്കാലികളായിരുന്നു.
അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് നിവർന്ന് നിൽക്കാൻ പറ്റില്ല. നാൽക്കാലുള്ള ജീവി, അതിന് ഉദാഹരണം പശുവിനും ആടിനൊന്നും നിവർന്ന് നിൽക്കാൻ കഴിയില്ല അല്ലേ? അതേപോലെ തന്നെ അവയുടെ കൈകൾക്ക് എന്തില്ല, വഴക്കവും വൈദഗ്ധ്യവും ഇല്ല. അപ്പോൾ എന്തൊക്കെയാണ് ഹോമിനോയിഡുകളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്? പ്രിമേറ്റുകളുടെ ഉപവിഭാഗമാണ്. തലച്ചോറ് ചെറുതായിരുന്നു, നാൽക്കാലികളായിരുന്നു, നിവർന്നു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല, കൈകൾക്ക് വഴക്കമോ വൈദഗ്ധ്യമോ ഉണ്ടായിരുന്നില്ല. ഇനി ഹോമിനോയിഡുകളുടെ സവിശേഷതകൾ. ഹോമിനോയിഡുകൾ ആരിൽ നിന്നും ഉത്ഭവിച്ചു? ഹോമിനോയിഡുകൾ ഹോമിനിഡുകളുടെ സവിശേഷതയാണ് കേട്ടോ നോക്കുന്നത്. നിഡ് മാറിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ ഹോമിനിഡുകൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഹോമിനോയിഡുകളിൽ നിന്നാണ് ഹോമിനിഡുകൾ ഉത്ഭവിച്ചത്. ഹോമിനോയിഡുകളിൽ നിന്നും ഉത്ഭവിച്ച ഒരു ശാഖയാണ് ആര്? ഹോമിനിഡ് എന്ന് പറയുന്നത്. അവയുടെ തലച്ചോറ് വലുതായിരുന്നു, അവ ഇരുകാലികളായിരുന്നു, അതായത് 2 കാലുണ്ടായിരുന്നു, അവർക്ക് നിവർന്നു നിൽക്കാൻ കഴിഞ്ഞിരുന്നു, കൈകൾക്ക് വഴക്കവും വൈദഗ്ധ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് മറ്റൊന്ന് എഴുതാൻ പറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹോമിനിഡുകൾ എന്താണ്? ഹോമിനോയിഡുകളിൽ നിന്നും ഉത്ഭവിച്ച ശാഖയാണ് ഹോമിനിഡുകൾ. അവയുടെ തലച്ചോറ് വലുതായിരുന്നു, ഇരുകാലികളായിരുന്നു, നിവർന്നു നിൽക്കുവാൻ കഴിഞ്ഞിരുന്നില്ല, കൈകൾക്ക് വഴക്കവും വൈദഗ്ധ്യവും ഇല്ല. ഇത് 4 മാർക്കിന് ഷുവറായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഹോമിനോയിഡുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾ ഉറപ്പായും മനസ്സിലാക്കി പഠിക്കണം. ഇനി നമ്മളിപ്പം പറഞ്ഞത് ഹോമിനോയിഡും ഹോമിനിഡുകളുമാണ്. ഈ ഹോമിനിഡിനെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഹോമിനിഡ് ഇപ്പോൾ പറഞ്ഞില്ലേ ഈ സവിശേഷതകൾ, ആ ഹോമിനിഡിനെ നമ്മൾ എന്തായി തിരിക്കുന്നു? 2ആയി തിരിക്കുന്നുണ്ട്. ഹോമിനിഡിനെ 2ആയി തിരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തേതാണ് എന്ത്? ആസ്ട്രലോപിത്തേക്കസ്. സെക്കൻഡ് വൺ ഹോമോ. ഹോമിനിഡുകൾ എന്ന മനുഷ്യ ശാഖയെ നമ്മൾ 2ആയി തിരിക്കുന്നു. ഏതൊക്കെ? ആസ്ട്രലോപിത്തേക്കസും ഹോമോയും. എക്സാമിന് അടുത്ത് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. 4 മാർക്കിന് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. എന്തൊക്കെയാണ് അവ തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ കാണുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് തെളിച്ച് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തൊക്കെയാണ് ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം? ആസ്ട്രലോപിത്തേക്കസ് ദക്ഷിണദേശത്തെ വാനരൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് 1 വേർഡായിട്ട് ചോദിക്കാറുണ്ട്. ദക്ഷിണദേശത്തെ വാനരൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? ആസ്ട്രലോപിത്തേക്കസ് ആണ്. ഇത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ഒന്നെങ്കിൽ ആസ്ട്രലോപിത്തേക്കസ് പഠിക്കുക, അല്ലെങ്കിൽ ഹോമോ പഠിക്കുക. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ആസ്ട്രലോപിത്തേക്കസ് എങ്ങനെയാണ് അറിയുന്നത്? ദക്ഷിണദേശത്തെ വാനരൻ എന്നറിയപ്പെടുന്നു. ചെറിയ മസ്തിഷ്കം അല്ലെങ്കിൽ ചെറിയ തലച്ചോറായിരുന്നു നമ്മുടെ ആസ്ട്രലോപിത്തേക്കസിന് ഉണ്ടായിരുന്നത്. അവിടെ താടിയല്ലേ, ജോ എങ്ങനെയായിരുന്നു? കൂടുതൽ ഉന്തിയ താടിയല്ലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വലിയ പല്ലുകളായിരുന്നു ആസ്ട്രലോപിത്തേക്കസിന്. അതേപോലെ അവർ വനവാസികളായിരുന്നു, അതായത് അവർ കാടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം ആസ്ട്രലോപിത്തേക്കസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. അവ ദക്ഷിണദേശത്തെ വാനരൻ എന്നാണ് അറിയപ്പെടുന്നത്. ചെറിയ തലച്ചോറായിരുന്നു നമ്മുടെ ആസ്ട്രലോപിത്തേക്കസിന് ഉണ്ടായിരുന്നത്. കൂടുതൽ ഉന്തിയ താടിയല്ലായിരുന്നു, അതായത് വലിയ ജോ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതേപോലെ വലിയ പല്ലുകളായിരുന്നു ആസ്ട്രലോപിത്തേക്കസിന് ഉണ്ടായിരുന്നത്. അവർ കാടുകളിലാണ് താമസിച്ചിരുന്നത്. അടുത്തത് ഹോമോ. ഹോമോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ എന്നാണ്. അതും 1 വേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഹോമോ എന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. മനുഷ്യൻ്റെ തലച്ചോറ് എങ്ങനെയുള്ളതാണ്? വലിയ തലച്ചോറാണ്. മനുഷ്യൻ്റെ താടിയൽ കുറച്ച് ഉന്തിയ താടിയല്ലാണ്. ചെറിയ പല്ലുകളാണ് അവർക്കുള്ളത്. അവർ പുൽമേടിലാണ് താമസിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ആസ്ട്രലോപിത്തേക്കസിനെ പഠിച്ചിട്ട് ഹോമോയുടെ അതിനനുസരിച്ച് എഴുതുക, അല്ലെങ്കിൽ ഹോമോ പഠിച്ച് ആസ്ട്രലോപിത്തേക്കസ് എഴുതുക. നിങ്ങൾ ഫസ്റ്റുള്ളത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹോമിനോയിഡുകളും ഹോമിനിഡുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ആസ്ട്രലോപിത്തേക്കസും ഹോമോയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഹോമോ, നമ്മളിപ്പോൾ പറഞ്ഞത് എവിടെ നിന്ന് ഉത്ഭവിച്ച ശാഖയെ പറ്റിയാണ്. ഈ ആസ്ട്രലോപിത്തേക്കസ് ഹോമോയും ഹോമിനിഡിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ആസ്ട്രലോപിത്തേക്കസും ഹോമോയും ഹോമിനിഡിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇനി നമ്മൾ പറയുന്നത് ഹോമോയിൽ നിന്ന് ഉത്ഭവിച്ച ജീവികളെ പറ്റിയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ ഉപവിഭാഗങ്ങളെയും കാര്യങ്ങളെയും പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോമോയിൽ നിന്ന് ഉത്ഭവിച്ച 3 ശാഖകളെ പറ്റിയാണ്. അവ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഹോമോ ഹാബിലിസ്, സെക്കൻഡ് വൺ ഹോമോ ഇറക്ടസ്, മൂന്നാമത്തേത് ഹോമോ സാപ്പിയൻസ്, നാലാമത്തേത് ഹോമോ സാപ്പിയൻസ്. ഇവിടെ നിന്ന് വരുന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഹോമോ ഹാബിലിസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹോമോ ഹാബിലിസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹോമോ ഇറക്ടസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹോമോ സാപ്പിയൻസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അങ്ങനെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇവിടെ വിദഗ്ധ മനുഷ്യൻ എന്നാണ് നമ്മുടെ ഹോമോ ഹാബിലിസ് അറിയപ്പെടുന്നത്. വിദഗ്ധ മനുഷ്യൻ. അവരാണ് ആദ്യത്തെ പണിയായുധ നിർമ്മാതാക്കൾ, ഫസ്റ്റ് ടൂൾ മേക്കേഴ്സ്.
പണിയായുധ നിർമ്മാതാക്കൾ, വിദഗ്ധ മനുഷ്യൻ, ബുദ്ധിമാനായ മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് ആരെയാണ്? നമ്മുടെ ഹോമോ ഹാബിലിസ് ആണ് കേട്ടോ. വിദഗ്ധ മനുഷ്യനും പണിയെടുക്കുന്ന ആദ്യത്തെ പണിയായുധ നിർമ്മാതാക്കളന്മാരാണ് ഹോമോ ഹാബിലിസ് ആണ്. വിദഗ്ധ മനുഷ്യനും ആദ്യത്തെ പണിയായുധ നിർമ്മാതാക്കളും, ഫസ്റ്റ് ടൂൾ മേക്കേഴ്സ് ഹോമോ ഹാബിലിസ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, വൺ വേർഡായിട്ട് ചോദിക്കുന്നതാണ്. ഇനി ഹോമോ ഇറക്ടസ് ആണ് നോക്കാൻ പോകുന്നത്. ഇറക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിവർന്നത്. നിവർന്ന എന്നാണ് ഈ ഇറക്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം ഹോമോ ഇറക്ടസ് നിവർന്ന മനുഷ്യൻ, അപ്രൈറ്റ് മാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഹോമോ ഇറക്ടസ് അപ്രൈറ്റ് മാൻ അല്ലെങ്കിൽ നിവർന്ന മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്രൈറ്റ് മാൻ അല്ലെങ്കിൽ നിവർന്ന മനുഷ്യൻ എന്നാണ് നമ്മുടെ ഹോമോ ഇറക്ടസ് അറിയപ്പെടുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഹോമോ ഇറക്ടസ് ആണ് ആര്? നിവർന്ന മനുഷ്യൻ. ഇനി ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബുദ്ധിമാനായ മനുഷ്യൻ, വൈസ് ഓർ തിങ്കിങ് മാൻ എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധിമാനായ മനുഷ്യനാണ് ആര്? നമ്മുടെ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. ഇതിനിടെ കുറേ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയുടെ ഫോസിൽ കിട്ടിയ സ്ഥലം, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി മതി. നിങ്ങൾ മെയിനായിട്ടും അവ ഏത് പേരിലാണ്, ഈ ഹോമോ ഹാബിലിസ്, ഇറക്ടസ്, സാപ്പിയൻസ്, ഈ 3 ശാഖയും ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. അതാണ് വൺ വേർഡായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുക, വേറെ ഒന്നും ചോദിക്കില്ല. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നമ്മുടെ ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ചുള്ള 2 സിദ്ധാന്തങ്ങൾ. അതിൽ ഫസ്റ്റത്തേതാണ്. ഈ 2 സിദ്ധാന്തങ്ങൾ പറയുന്നത് എന്താണ്? ആധുനിക മനുഷ്യൻ എവിടെ ഉത്ഭവിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റത്തേതാണ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ അഥവാ പ്രാദേശിക തുടർച്ച മാതൃക. മറ്റൊന്നാണ് ഏകോൽപത്തി മാതൃക. പ്രാദേശിക തുടർച്ച മാതൃകയും ഏകോൽപത്തി മാതൃക, ഇടയ്ക്ക് പകരം വയ്ക്കൽ മാതൃക എന്നൊക്കെ കാണാറുണ്ട്. അതൊന്നും കേട്ട് പേടിക്കേണ്ട. അപ്പം ഈ 2 സിദ്ധാന്തങ്ങൾ എന്താണ് പറയുന്നത്? ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവ സ്ഥലങ്ങൾ എവിടെ എന്നാണ് ഈ സിദ്ധാന്തങ്ങൾ വെച്ച് പറയുന്നത്. അതിൽ ആദ്യത്തേതാണെന്ത്? പ്രാദേശിക തുടർച്ച മാതൃക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് 4 മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രാദേശിക തുടർച്ച മാതൃക അനുസരിച്ച് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിലാണെന്ന് പറയുന്നു. പ്രാദേശിക തുടർച്ച, പ്രാദേശിക, പല എന്ന് നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിലാണെന്ന് ആണ് നമ്മുടെ പ്രാദേശിക തുടർച്ച മാതൃക പറയുന്നത്. എന്നാൽ ഏകോൽപത്തി മാതൃകയോ? ആധുനിക മനുഷ്യനൊരു ഏക പ്രദേശത്ത്, അതും ആഫ്രിക്കയിൽ ഉത്ഭവിച്ചു എന്നാണ് ഏകോൽപത്തി മാതൃക പറയുന്നത്. പ്രാദേശിക തുടർച്ച മാതൃക പറയുന്നത് ആധുനിക മനുഷ്യൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി ഉത്ഭവിച്ചു എന്നാണ്. ഏകോൽപത്തി മാതൃക പറയുന്നത് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് ഒരു ഏക പ്രദേശത്ത്, അതും ആഫ്രിക്കയിലാണെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിന് ചോദിക്കും. പ്രാദേശിക തുടർച്ച മാതൃകയും ഏകോൽപത്തി മാതൃകയും. അടുത്തത് ആദിമ മനുഷ്യൻ ഭക്ഷണം തേടുന്നുള്ള മാർഗ്ഗങ്ങൾ എന്ന ഭാഗത്തുനിന്നാണ്. ഇത് 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 5ഓ 4ഓ മാർക്കിന് ചോദിക്കും. ആദിമ മനുഷ്യർ എങ്ങനെയാണ് ഭക്ഷണം കണ്ടുപിടിച്ചിരുന്നത്? എങ്ങനെയൊക്കെയാണ്? ആദിമ മനുഷ്യർ ഭക്ഷണം നേടിയിരുന്നത് ശേഖരിച്ചും നായാടിയും ചത്തുജന്തുക്കളെ മാംസമെടുത്തും മീൻ പിടിച്ചുമായിരുന്നു. എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ആദിമ മനുഷ്യർ അന്വേഷിച്ചും നായാടിയും ഭക്ഷണം സംഘടിപ്പിച്ചിരുന്നു. സ്വാഭാവികമായി ചത്തുപോയ മൃഗങ്ങളെ അല്ലെങ്കിൽ മറ്റു ജന്തുക്കൾ കൊന്നിട്ട് പോയ മൃഗങ്ങളുടെ മാംസവും മജ്ജയും എല്ലാം അവർ കഴിച്ചിരുന്നു. സസ്തനജീവികളായ എലി, അണ്ണാൻ തുടങ്ങിയവയെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും കീടങ്ങളെയും ആദിമ മനുഷ്യർ ഭക്ഷിച്ചു. ഇവർ നായാടിയിരുന്നു. പിന്നെ മത്സ്യബന്ധനം നടത്തി. എന്തൊക്കെയാണ്? മൃഗങ്ങളെ വേട്ടയാടൽ, മത്സ്യബന്ധനം, മറ്റുള്ള മൃഗങ്ങൾ കൊന്നിട്ട് പോയ മൃഗങ്ങളുടെ മാംസം കഴിക്കുക, നായാടുക എന്നിവയൊക്കെയാണ് നമ്മുടെ ആദിമ മനുഷ്യരുടെ ഉപജീവന മാർഗം. ആദിമ മനുഷ്യർ ഭക്ഷണം നേടിയിരുന്ന മാർഗ്ഗങ്ങൾ എക്സാമിന് 5 മാർക്കിന് ചോദിക്കും. ഷുവറായിട്ടും പഠിക്കണം. നമുക്കൊന്നും കൂടി നോക്കാം. എന്തൊക്കെയാണ്? മൃഗങ്ങളെ വേട്ടയാടൽ, മത്സ്യബന്ധനം, മറ്റുള്ള മൃഗങ്ങൾ കൊന്നിട്ട് പോയ മൃഗങ്ങളുടെ മാംസം ശേഖരിക്കുക, നായാടുക. അതൊക്കെയാണ് ആദിമ മനുഷ്യർ ഭക്ഷണം നേടിയിരുന്ന മാർഗ്ഗങ്ങൾ. അതോടെ ഈ പാഠം കഴിഞ്ഞു. ഇനി ഈ പാഠത്തിൽ പണ്ടത്തെ ടെക്സ്റ്റ് ബുക്ക് ആണിത്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗങ്ങളൊന്നും തന്നെ ഇല്ല. ഇതൊക്കെ കളഞ്ഞു. കുറേ ഭാഗങ്ങൾ കളഞ്ഞു. അതാണ്. നമുക്കപ്പോൾ ഈ പാഠത്തിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ടെക്സ്റ്റിൻ്റെ ബാക്കി കുറച്ച് ചോദ്യങ്ങളുണ്ടാകും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ പറയാം. അത് നിങ്ങൾ പഠിക്കുക. ആദ്യത്തെ ഉപകരണ നിർമ്മാതാക്കൾ ആരെന്നാണ് ചോദ്യം. ആരാണ്? ഹോമോ ഹാബിലിസ് ആണ് ആദ്യത്തെ ഉപകരണ നിർമ്മാതാക്കൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യർ കൃഷി ആരംഭിച്ചത് ഏത് യുഗത്തിലാണ്? നവീന ശിലായുഗത്തിലാണ് മനുഷ്യർ കൃഷി ആരംഭിച്ചത്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.
ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ചാൾസ് ഡാർവിനാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന ഗ്രന്ഥം രചിച്ചത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, നിവർന്ന മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹോമോ ഇറക്ടസ് ആണ് നിവർന്ന മനുഷ്യൻ, അപ്രൈറ്റ് മാൻ എന്നറിയപ്പെടുന്നത്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹോമിനോയിഡുകളുടെയും 3 പ്രധാന സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കുക. ഹോമിനിഡുകളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന 4 സവിശേഷതകളുണ്ട്. അവ ഏതെല്ലാമാണ്? ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഈ പാഠഭാഗത്തിൽ നിന്നും വരുന്നത്. മെയിനായിട്ടും ഹോമിനോയിഡുകളും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചു ഇംഗ്ലീഷിൽ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമെന്ന്. എനിക്ക് അങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ +1 +2 പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സും മാത്രമാണ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കായിട്ടുള്ളത്. ബാക്കിയെല്ലാം എൻ്റെ ഉള്ളത് മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്സാണ്. ഇപ്പോൾ സോഷ്യോളജി ആയിക്കോട്ടെ, ഈ ഹിസ്റ്ററി ആയിക്കോട്ടെ, അതൊക്കെ എൻ്റെ മലയാളം മീഡിയമാണുള്ളത്. ആകെ ഉള്ളത് പൊളിറ്റിക്സിൻ്റെയും എക്കണോമിക്സിൻ്റെയാണ്. പിന്നെ എഡിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് സമയം വളരെ കുറവാണ് എൻ്റെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും മലയാളത്തിൽ ക്ലാസ് ചെയ്യുന്നത്. പരമാവധി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും പറഞ്ഞുതരാം. അപ്പം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ആ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് എന്ത് ചെയ്യുക, അത് ടെക്സ്റ്റിൽ നോക്കി അല്ലെങ്കിൽ നോട്ടിൽ നോക്കി പഠിക്കുക. എന്തായാലും ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം ഉണ്ടാവും. അത് നിങ്ങൾ മര്യാദക്ക് വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ഞാൻ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഇടും. അത് നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ ഞാൻ ഇംഗ്ലീഷും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയുടെ ഇനി സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് കാണാം. ഫസ്റ്റ് ചാപ്റ്റർ പോലെയല്ല സെക്കൻഡ് ചാപ്റ്റർ. 8 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അധികം. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും അല്ല. അപ്പം നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം.